നമസ്കാരം. ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്ന പല സാധകരും പറയുന്ന ഒരു കാര്യമാണ് ധ്യാനിക്കാനിരിക്കുമ്പോൾ മനസ്സ് അലഞ്ഞു തിരിയുന്നു എന്ന്. മാത്രമല്ല, ജീവിതത്തിലെ പല തിരക്കുകൾ കാരണം ധ്യാനിക്കാൻ സമയം ലഭിക്കുന്നില്ല എന്നും അതുകൊണ്ട് സാധനയിൽ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നും എങ്ങനെ ഇതിൽ നിന്നും മോചനം നേടാം എന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ അനുഭവം ഒരിക്കലും ഒരു പരാജയമായി കാണാൻ പാടില്ല. ഇത് മനസ്സിൻ്റെ സ്വാഭാവികമായ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ധ്യാനത്തിന് യോഗ്യനല്ല എന്നൊരിക്കലും പറയാൻ പാടില്ല. ഇനി ധ്യാനിക്കാനിരിക്കുമ്പോൾ എന്തുകൊണ്ട് മനസ്സ് അലഞ്ഞു തിരിയുന്നു, എന്തുകൊണ്ടാണ് ആവശ്യത്തിന് സമയം ലഭിക്കാതിരിക്കുന്നത്? അതിനുത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കാറുണ്ടോ? നിങ്ങൾക്ക് സമയം ലഭിക്കാതിരിക്കാറുണ്ടോ? ഉദാഹരണത്തിന്, ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അദ്ദേഹം നേരത്തെ കൂട്ടി ഫിലിമിന് ടിക്കറ്റ് ബുക്ക് ചെയ്യും, എല്ലാ പണികളും സമയത്തിന് തീർക്കും, റോഡിലുണ്ടാകുന്ന ട്രാഫിക്കിൻ്റെ തിരക്കൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയ ശേഷം അവിടെ കൃത്യസമയത്ത് എത്തും. എന്താണ് കാരണം? താല്പര്യം, ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ വായന ഇഷ്ടമുള്ളവർ വായിക്കാൻ സമയം കണ്ടെത്തും, കളിക്കാൻ ഇഷ്ടമുള്ളവർ കളിക്കും, സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടമുള്ളവർ അതിൽ സമയം ചെലവഴിക്കും, സുഹൃത്തുക്കളോട് സംസാരിക്കാൻ താല്പര്യമുള്ളവർ അതിന് സമയം കണ്ടെത്തി അതും ചെയ്യും. അപ്പോൾ പ്രശ്നം സമയക്കുറവാണോ? അല്ല. പ്രശ്നം നമ്മുടെ മനസ്സ് സ്വാഭാവികമായി എവിടേക്കാണ് പോകുന്നത് എന്നതാണ്. ആത്മവിചാരത്തിലും ധ്യാനത്തിലുമെല്ലാം ഇത് തന്നെയാണ് കാര്യം. ആത്മവിചാരം സുഗമമായി നടക്കണമെങ്കിൽ ആത്മവിചാരത്തിൽ നല്ല താല്പര്യമുണ്ടായിരിക്കണം, അതിനോട് ഒരു ആകർഷണമുണ്ടായിരിക്കണം, ആത്മവിചാരത്തിന് വേണ്ടി ഇരിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. ഇതിന് പറയുന്നു ഭക്തി എന്ന്. സാധാരണയായി ഭക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രാർത്ഥന, ജപം, പൂജ, ക്ഷേത്രദർശനം ഇതൊക്കെയാണ്. ഇതെല്ലാം വളരെ നല്ലതാണ്. എങ്കിലും അപരാഭക്തിയുടെ ഭാഗമാണ്, ദ്വൈതത്തിൽ പെടുന്നതാണ്. പക്ഷേ അദ്വൈത മാർഗത്തിൽ ഭക്തിക്ക് കൂടുതൽ ആഴമുണ്ട്. യഥാർത്ഥ ദൈവം എന്നിൽ നിന്നും ഭിന്നമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ആ സാന്നിധ്യത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് അദ്വൈത മാർഗത്തിൻ്റെ പ്രത്യേകത. ആ ഭക്തിക്ക് പരാഭക്തി എന്നാണ് പറയുന്നത്. ആത്മവിചാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പരാഭക്തിയാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. നമുക്ക് പല പല താല്പര്യങ്ങളുമുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ഓരോ കാര്യവും ചെയ്യാനുള്ള തീവ്രമായ താല്പര്യം, ഇതിൽ എനിക്ക് ശരിക്കും സമയം ചിലവഴിക്കണമെന്ന തീരുമാനം, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? ഇതിന് പറയുന്നു വാസനകൾ എന്ന്. വാസന എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മമായ പ്രവണതകൾ, സട്ടിൽ ലേറ്റൻറ്റ് ടെൻഡൻസീസ്, മനസ്സിൽ പതിഞ്ഞ അടയാളങ്ങൾ, മെൻ്റൽ ഇംപ്രഷൻസ് എന്ന് പറയും. ചായ്വ്, അതായത് ഇൻക്ലിനേഷൻസ് അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഒരേ ചിന്ത വീണ്ടും വീണ്ടും വരുന്നു. ആ ചിന്തയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു പോയാൽ അത് ഒരു പ്രവണതയായി മാറുന്നു. പ്രവണതയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അതൊരു ശീലമായി മാറുന്നു. ശീലം മനസ്സിൽ ഒരടയാളം സൃഷ്ടിക്കുന്നു, മെൻ്റൽ ഇംപ്രഷൻ. ഈ സൂക്ഷ്മമായ അടയാളങ്ങളെയാണ് വാസനകൾ എന്ന് വിളിക്കുന്നത്. ഈ വാസനകളാണ് നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും പുറത്തോട്ട് വലിക്കുന്നത്. വസ്തുക്കളിലേക്ക്, അനുഭവങ്ങളിലേക്ക്, ആഗ്രഹങ്ങളിലേക്ക്, നേട്ടങ്ങളിലേക്ക്. ഭഗവാൻ ശ്രീ രമണ മഹർഷി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മനസ്സ് അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ഉയരാനുള്ള കാരണം വാസനകളാണ് എന്ന്. അപ്പോൾ ഈ വാസന എന്ന് പറയുന്നത് അത്തരമൊരു വില്ലനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. വാസനകൾ പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന്, പുറമേയുള്ള വസ്തുക്കളിലേക്കും വിഷയങ്ങളിലേക്കും നമ്മെ നയിക്കുന്ന വാസനകൾ. രണ്ട്, നമ്മുടെ തന്നെ ആത്മാവിലേക്ക് നയിക്കുന്ന വാസനകൾ. വസ്തുക്കളിലേക്കും വിഷയങ്ങളിലേക്കും നമ്മെ നയിക്കുന്ന വാസനകൾക്ക് വിഷയവാസനകൾ എന്ന് പേര് പറയുന്നു. നമ്മുടെ തന്നെ ആത്മാവിലേക്ക് നയിക്കുന്ന വാസനകൾക്ക് സത്വാസനകൾ എന്ന് പറയും. അപ്പോൾ പുറമേയുള്ള വിഷയങ്ങളിലേക്കും വസ്തുക്കളിലേക്കും നയിക്കുന്ന വാസനകൾ പലതരത്തിലുണ്ട്. ലോകവാസന എന്ന് പറയുന്നത് ലോകത്തിലേക്ക് നമ്മെ തിരിക്കുന്ന വാസനകളാണ്, വേൾഡ്ലി ടെൻഡൻസീസ്. അതുപോലെ ഭോഗവാസനകളുണ്ട്, സുഖം തേടുന്ന വാസനകൾ, എൻജോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ടെൻഡൻസീസ്. പിന്നെ കർമ്മവാസനകളുണ്ട്, നേട്ടങ്ങൾക്ക് വേണ്ടിയും വിജയങ്ങൾക്ക് വേണ്ടിയും ആക്ഷൻ ഓറിയൻറ്റഡ് ടെൻഡൻസീസ് എന്ന് പറയും. അതുപോലെ തന്നെ ശാസ്ത്രവാസനകളുണ്ട്, ശാസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം, അറ്റാച്ച്മെൻറ്റ് ടു സ്ക്രിപ്ചേഴ്സ്. ശാസ്ത്രങ്ങൾ വായിക്കുന്നതും പഠിക്കുന്നതും വളരെ നല്ലതാണ്. എങ്കിലും
നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ശാസ്ത്രത്തിലല്ല. അപ്പോൾ ശാസ്ത്രങ്ങളിൽ നിന്ന് വായിച്ചതും പഠിച്ചതുമായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമില്ല. ഈ പറഞ്ഞ എല്ലാ വാസനകളും ശക്തമായിരിക്കുമ്പോൾ ആത്മാവിലേക്ക് തിരിയാൻ നമുക്ക് പ്രയാസമാകും. അതുകൊണ്ട് ഈ വാസനകളെ നമുക്ക് അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മീയ പാതയിൽ പുരോഗതി കുറയും. ശ്രീ രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, എല്ലാ വാസനകളെയും വേരോടെ പിഴുതെറിയാതെ നേടുന്ന ജ്ഞാനം സ്ഥിരമായി നിലനിൽക്കില്ല. വാസനകളെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തണം എന്ന്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ വിഷയവാസനകൾ വന്ന് നമ്മെ പുറത്തോട്ട് പിടിച്ചു വലിക്കുമ്പോൾ നമ്മൾ പ്രതിരോധിക്കുകയാണോ വേണ്ടത്? അല്ല, അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാകില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് സദ്വാസനകളെ വളർത്തുക എന്നതാണ്. സദ്വാസനകൾ വളരുമ്പോൾ സ്വാഭാവികമായി വിഷയവാസനകൾ കുറഞ്ഞു വരും. എങ്ങനെയാണ് സദ്വാസനകളെ നമുക്ക് വളർത്താൻ കഴിയുക? 3 സ്റ്റെപ്സ് ഉണ്ട്. ആദ്യത്തത് ശ്രവണം എന്ന് പറയും, കേൾക്കുക. സത്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുക, വായിക്കുക. 2 മനനം. മനനം എന്ന് വെച്ചാൽ റിഫ്ലക്ഷനാണ്. ഈ വായിച്ച കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ നമ്മൾ മനനം ചെയ്യണം. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, ഇത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, സംശയങ്ങളെല്ലാം തീർക്കണം. അതിന് പറയുന്നു മനനം എന്ന്. അതിനുശേഷം ആ സത്യത്തിൽ നമ്മൾ ധ്യാനിക്കണം. അതിനാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആത്മീയ വളർച്ചയുണ്ടാകാൻ നമുക്ക് മറ്റു മാർഗങ്ങളും സ്വീകരിക്കാം. കർമ്മം, ഭക്തി, ധ്യാനം എന്നിവ. കർമ്മമാർഗം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലം ഇച്ഛിക്കാതെ ഈശ്വരനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുന്ന സമയത്ത് ഫലം ഇച്ഛിക്കുന്നത് ആരായിരിക്കും? ഈ ഞാനായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഞാൻ കർമ്മവുമായി അറ്റാച്ച്ഡ് ആകുന്നു. കർമ്മവുമായി ഞാൻ അറ്റാച്ച്ഡ് ആകുമ്പോൾ ചിത്തശുദ്ധി വരാതെ ഇരിക്കുകയും ചിത്തശുദ്ധി ഇല്ലാതെ ചെയ്യുന്ന കർമ്മം നമുക്ക് ദോഷമായി വരികയും ചെയ്യും. അഹങ്കാരം ഇല്ലാതെ കർമ്മം ചെയ്യുന്നത് തന്നെയാണ് കർമ്മയോഗം. കർമ്മയോഗം ശരിക്കും ആചരിക്കണമെങ്കിൽ ജ്ഞാനം ആവശ്യമാണ് എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്. ഗീതയിലെ 4-ാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത്, അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന സംശയങ്ങളെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് മുറിച്ച് കളഞ്ഞ് കർമ്മയോഗത്തെ ആചരിക്കണം എന്നാണ്. ഇനി കർമ്മയോഗത്തിന് പകരം ഓരോരുത്തരുടെ വാസനകളനുസരിച്ച് ഭക്തിമാർഗവും ധ്യാനമാർഗവും സ്വീകരിക്കാവുന്നതാണ്. ഭക്തിമാർഗം സ്വീകരിക്കുകയാണെങ്കിൽ പൂജയും ജപവും പ്രാർത്ഥനയുമാണ് ചെയ്യേണ്ടത്. ശ്രീ രമണ മഹർഷി പൂജ, ജപം, ധ്യാനം എന്നീ സാധനകളെക്കുറിച്ച് പറയുന്നത് ഇവ 3ഉം യഥാക്രമം ശരീരം, വാക്ക്, മനസ്സ് എന്നിവ കൊണ്ട് ചെയ്യുന്ന ആധ്യാത്മിക സാധനകളാണ് എന്നാണ്. ഇതിൽ ജപം പൂജയെക്കാളും ധ്യാനം ജപത്തേക്കാളും ഉത്തമമാണ് എന്ന് രമണ മഹർഷി ഉപദേശസാരം എന്ന പുസ്തകത്തിൻ്റെ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് ചിത്തശുദ്ധിയുടെ കാര്യത്തിൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രക്രിയ വാക്കുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നും വാക്കുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇനി ധ്യാനമാകട്ടെ, ഏകാഗ്രതയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സ് ഒരു കേന്ദ്ര ബിന്ദുവിൽ ഉറപ്പിച്ചു വെക്കുന്ന പ്രക്രിയയാണ് ധ്യാനം. മനസ്സിനെ അടക്കാൻ സഹായകരമാകുന്ന ഒരു പ്രോസസ്സാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം. അപ്പോൾ ഇവിടെ കർമ്മം പറഞ്ഞു, ഭക്തിമാർഗത്തിൽ പൂജയും ജപവും പറഞ്ഞു, പിന്നെ ധ്യാനവും പറഞ്ഞു. ഇവയെല്ലാം നമുക്ക് ചിത്തശുദ്ധി നൽകുന്നു. ചിത്തശുദ്ധിയിലൂടെ വിവേകം ജനിക്കുന്നു. വിവേകം വരുമ്പോൾ ഭക്തി ആഴമേറിയതാകുന്നു. ഭക്തി ആഴമേറിയതാകുമ്പോൾ ആത്മവിചാരത്തിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ വിഷയവാസനകൾ പതുക്കെ ബലഹീനമാകുന്നു. വിഷയവാസനകൾ കുറയുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടൊന്നും പ്രത്യേകമായി ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് അതിനോടുള്ള താല്പര്യം കുറയുന്നു. ഈ താല്പര്യക്കുറവിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വിവേകത്തിൽ നിന്നാണ് വൈരാഗ്യം ജനിക്കുന്നത്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് നിന്ന് നമ്മൾ ഓടി രക്ഷപ്പെടുകയല്ല, ലോകത്ത് നിന്ന് സന്തോഷം തേടേണ്ട ആവശ്യം കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് കൂടുതൽ സൂക്ഷ്മമായി മാറുന്നു, സട്ടലായി മാറുന്നു, ക്ലീനായി മാറുന്നു. ആ ചിത്തശുദ്ധി വന്ന മനസ്സുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിയാൻ കഴിയുന്നു. അതുപോലെ ചിത്തശുദ്ധി വളർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് സത്സംഗങ്ങളിൽ പങ്കെടുക്കുക എന്നത്. ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളിരുന്ന് അവരുമായി സത്യത്തെക്കുറിച്ച് സംസാരിക്കുകയും വിചാരം ചെയ്യുന്നതുമൊക്കെയാണ് സത്സംഗം. ഇങ്ങനെ പല രീതികളിലൂടെയാണ് നമ്മൾ ഭക്തി വളർത്തുന്നത്. പൂജ, ജപം, ധ്യാനം, സത്സംഗം. ഈ മാർഗങ്ങളിലൂടെ നമുക്ക് സദ്വാസനകൾ വളർത്താം. ഇങ്ങനെ സദ്വാസനകൾ കൂടുതലാകുമ്പോൾ
നമുക്ക് ആത്മവിചാരം ഒരു കടമയായി തോന്നില്ല, നമുക്ക് ധ്യാനിക്കാൻ സമയമില്ല എന്ന പരാതി ഉണ്ടാവില്ല. ഒരു സ്വാഭാവികമായ ആകർഷണമായി തോന്നും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിയാനുള്ള ആ സദ്വാസനയെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. വിഷയവാസനകളെ അടക്കാനുള്ള വാസനാക്ഷയ ധ്യാനം ഇപ്പോൾ ചെയ്തു നോക്കാം. വാസനാക്ഷയം ശരിക്കും ധ്യാനിച്ചതുകൊണ്ടല്ല ഉണ്ടാകുന്നത്. വാസനാക്ഷയം ഉണ്ടാകുന്നത് ആത്മാവിലേക്ക് നമ്മൾ തിരിയുമ്പോഴാണ്. അപ്പോൾ ആത്മവിചാരം തന്നെയാണ് വാസനാക്ഷയത്തിന് ഏറ്റവും നല്ലത്. എങ്കിലും ഈ ഒരു മെഡിറ്റേഷനിൽ പ്രത്യേകമായി വാസനകളെ നമ്മൾ ഉണർത്തുകയും അവിടെ നിന്ന് വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിലേക്ക് തിരിയുകയും ചെയ്യും. പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച ശേഷം ശരീരം സാവധാനം വിശ്രമിക്കുക. ശ്വാസം സ്വാഭാവികമായി ഒഴുകട്ടെ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, ഒന്നും നേടാനുമില്ല. ഈ നിമിഷത്തിൽ വിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മെ വലിക്കാറുണ്ട്. ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുന്നു. ചില കാര്യങ്ങൾ നമ്മെ ആകർഷിക്കുന്നു. ചില കാര്യങ്ങൾ വിട്ടുകളയാൻ പ്രയാസം തോന്നുന്നു. ഇവയെല്ലാം വാസനകളുടെ പ്രകടനങ്ങളാണ്. ഇന്ന് നാം വാസനകളോട് പോരാടാൻ പോകുന്നില്ല. അവയെ അടിച്ചമർത്താനും പോകുന്നില്ല. തൃപ്തിപ്പെടുത്താനും പോകുന്നില്ല. പകരം അവയെ ആത്മവിചാരത്തിനുള്ള അവസരമാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വാസനയും ഒരു വാതിലാകട്ടെ. ഓരോ വാസനയും നമ്മെ ഉള്ളിലേക്ക് നയിക്കട്ടെ. നമുക്ക് ഈ ധ്യാനത്തിൽ ആദ്യത്തെ വാസന ഒരു ആഗ്രഹമായി കൊണ്ടുവരാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആഗ്രഹിക്കുന്ന ഒരു നേട്ടമായിരിക്കാം, ഒരു അനുഭവമായിരിക്കാം, ഒരു സാഹചര്യമായിരിക്കാം. അത് വ്യക്തമായി മനസ്സിൽ കാണുക. അത് ലഭിക്കണം എന്ന് നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു? അത് ലഭിച്ചാൽ എങ്ങനെയായിരിക്കും? ആ ആഗ്രഹത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുക. നിങ്ങളുടെ മനസ്സ് അറിയാതെ അതിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ശാന്തമായി ചോദിക്കുക, ഈ ആഗ്രഹം ആർക്കാണ് ഉള്ളത്? ഉടനെ മനസ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിയും.
ഉള്ളിൽ നിന്നും ഒരുത്തരം വരും. എനിക്കാണ് ഈ ആഗ്രഹം ഉള്ളത്. ഇപ്പോൾ എനിക്ക് എന്ന തോന്നൽ വന്നുവല്ലോ. ആ തോന്നലിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. ആഗ്രഹത്തിലേക്കല്ല പോകേണ്ടത്. ആഗ്രഹം ഒരു വിഷയത്തിലാണല്ലോ. ആ വിഷയം ആഗ്രഹിക്കുന്ന ആളിലേക്കാണ് ശ്രദ്ധ കൊണ്ടുപോകേണ്ടത്. ഈ ആഗ്രഹം അനുഭവിക്കുന്ന ഞാൻ എന്ന തോന്നലിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകണം. എന്നിട്ട് ഈ ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്യണം. ഈ ഞാൻ എവിടെ നിന്നാണ് ഉയരുന്നത്? അതിൻ്റെ ഉറവിടം എവിടെയാണ്? ശ്രദ്ധ ഉള്ളിലേക്ക് തിരിയട്ടെ. ഞാൻ എന്ന സ്വത്വത്തിൽ ശ്രദ്ധയെ ഉറപ്പിച്ചു വയ്ക്കുക. പതുക്കെ വീണ്ടും അതേ ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ ശക്തി പഴയതുപോലെയാണോ ഉള്ളത് എന്ന് നോക്കുക. വീണ്ടും ചോദിക്കുക, ഈ ആഗ്രഹം ആർക്കാണ്? എനിക്ക്. ഞാൻ ആര്? ഉള്ളിലേക്ക് തിരിയുക. ഇനി രണ്ടാമത്തെ ഒരു വാസന നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. മനസ്സിനെ പിടിച്ചു വയ്ക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ അത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും പോകുന്ന ഒരു കാര്യത്തെ ഓർക്കുക. ഒരു വ്യക്തിയായിരിക്കാം, ഒരു പദ്ധതിയായിരിക്കാം, ജോലിയായിരിക്കാം, ഒരു പ്രശ്നമായിരിക്കാം, തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമായിരിക്കാം. വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്ന എന്തോ ഒന്ന്. അത് മനസ്സിലേക്ക് വരട്ടെ. ശ്രദ്ധിക്കണം, മനസ്സ് അതിലേക്ക് എത്ര വേഗത്തിലാണ് പോകുന്നത്. അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ
നിങ്ങളുടെ മനസ്സ് എത്ര താല്പര്യം കാണിക്കുന്നു? ആ മാനസിക ആകർഷണം അനുഭവിച്ചറിയുക. ഇനി ചോദിക്കുക, ഈ മാനസിക ആകർഷണം ആർക്കാണ്? ഈ കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത ആർക്കാണ് ഉണ്ടാകുന്നത്? എനിക്ക് എന്ന് ഉത്തരം ലഭിക്കും. ഇത്രയും നേരം ചിന്തിച്ചിരുന്ന ആ കാര്യത്തിൽ നിന്ന് ചിന്തിക്കുന്ന ഞാൻ എന്ന തോന്നലിലേക്ക് ശ്രദ്ധ കൊണ്ടുവരണം. എന്നിട്ട് ഞാൻ ആര് എന്ന് അന്വേഷിക്കുക. ഉള്ളിലുള്ള ഞാൻ എന്ന തോന്നൽ എവിടെ നിന്നാണ് ഉയരുന്നത്? അതിൻ്റെ ഉറവിടം എവിടെയാണ്? ശ്രദ്ധ ഉള്ളിലേക്ക് പോകട്ടെ. ആഴങ്ങളിലേക്ക് പോകട്ടെ. ഇനി വീണ്ടും അതേ കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ അത് പഴയതുപോലെ ശക്തമായി വലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. വീണ്ടും ചോദിക്കുക, ഈ ചിന്ത ആർക്കാണ്? എനിക്ക്. ഞാൻ ആര്? ഉറവിടത്തിലേക്ക് തിരിയുക. ഇനി മൂന്നാമത്തെ വാസന ആസക്തിയാണ്. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്. ഒരു ബന്ധമായിരിക്കാം, പേരും പ്രശസ്തിക്കുമുള്ള ഓട്ടമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, ഭക്ഷണമായിരിക്കാം, എന്തുമാകാം. നിങ്ങൾക്കറിയാം,
ഇതാണ് ഞാൻ. ഈ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഞാൻ. അതിനെ വ്യക്തമായി അനുഭവിക്കുക. അതിനെ വിട്ടുകൊടുക്കാൻ മനസ്സ് തയ്യാറാണോ? അതിനെ പിടിച്ചു നിർത്താൻ എത്രത്തോളം മനസ്സ് ശ്രമിക്കുന്നു? ഈ ആസക്തി ആർക്കാണ്? എനിക്ക്. എനിക്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധ ആസക്തിയുടെ വിഷയത്തിൽ നിന്ന് ഞാൻ എന്ന സ്വത്വത്തിലേക്ക് തിരിയുന്നതായി അറിയാൻ കഴിയും. ഏത് വിഷയത്തിലാണോ ആസക്തിയുള്ളത്, ആ ആസക്തി അനുഭവിക്കുന്ന നിങ്ങളിലേക്ക് തിരിയും. ഞാൻ ആര്? ഈ ഞാൻ എന്ന വികാരം എവിടെയാണ് അനുഭവപ്പെടുന്നത്? ഈ ഞാൻ എന്ന സ്പന്ദനം അതെവിടെ നിന്നാണ് ഉയരുന്നത്? അതിൻ്റെ ഉറവിടം എവിടെ? ഉള്ളിലേക്ക് ആഴത്തിൽ പോവുക. ഇനി വീണ്ടും ആ ആസക്തിയുള്ള വിഷയത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക. എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ആസക്തിയുടെ കാഠിന്യം കുറഞ്ഞതായി അനുഭവപ്പെടുന്നുണ്ടോ? വീണ്ടും ചോദിക്കുക, ഈ ആസക്തി ആർക്കാണ്? എനിക്ക്. ഞാൻ ആരാണ്? ഓരോ വാസനയും ഞാൻ എന്ന വ്യക്തിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ആഗ്രഹം ആർക്കാണ്? എനിക്ക്. മനസ്സിനെ വലിക്കുന്ന ആ ഒരു കാര്യം
അതാർക്കാണ്? എനിക്ക്. ആസക്തിയാർക്കാണ്? എനിക്ക്. എല്ലാം എനിക്കാണ്. ഈ ഞാൻ ആരാണ് എന്ന് ആഴത്തിൽ വിചാരം ചെയ്യുക. ഞാൻ ആര്? ഞാൻ എവിടെ നിന്നാണ് ഉയർന്നു വരുന്നത്? ആഗ്രഹങ്ങൾ വരാം, പോകാം. ചിന്തകൾ വരാം, പോകാം. വാസനകൾ വരാം, പോകാം. പക്ഷേ അവയെ അറിയുന്ന, എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ആ സാന്നിധ്യം വാസനകൾക്ക് മുമ്പുള്ള, ആഗ്രഹങ്ങൾക്ക് മുമ്പുള്ള, ചിന്തകൾക്ക് മുമ്പുള്ള ആ നിശബ്ദമായ ആത്മാവ്, അതിൽ അല്പനേരം നിലകൊള്ളുക. സമയമാകുമ്പോൾ പതുക്കെ കണ്ണുകൾ തുറക്കുക. വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു ധ്യാനം? നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞുവോ? നിങ്ങളുടെ വാസനകൾ കുറഞ്ഞു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടുവോ? നിങ്ങളുടെ അനുഭവങ്ങളും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.